കഴിഞ്ഞ 30 ദിവസം എന്ന് പറഞ്ഞാൽ പാലക്കാടിനെ സംബന്ധിച്ച് ഒരു 20-20 ക്രിക്കറ്റ് മത്സരം നടക്കുന്ന അതേ പ്രതീതിയാണ്. അതായത് ഓരോ ബോളിലും മത്സരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എന്ന അവസ്ഥയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു ത്രില്ലർ എന്ന് നമുക്ക് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം. ആ ഒരു ത്രില്ലറിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതാ കൊട്ടിക്കലാശം നടക്കുന്നത് ഇവിടെയാണ്. എന്റെയോടൊപ്പം അക്ഷയുണ്ട്. ഈ മേഖലയിലാണ്, ഇവിടെയാണ് മൂന്ന് മുന്നണികളുടെയും പ്രചരണം സമാപിക്കുക. മൂന്ന് മുന്നണികളുടെയും ജാഥകൾ, പ്രകടനങ്ങൾ ഇവിടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഗമിക്കുകയും ആവേശകരമായ കൊട്ടിക്കലാശം നടക്കുകയും ചെയ്യും. ശരിക്കും അത്യാവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. പാലക്കാടെ സംബന്ധിച്ച് ഓരോ ദിവസവും വിഷയങ്ങൾ മാറി വന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലത്തെ ദിവസം പാണക്കാട് തങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശം മുതൽ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ മാറ്റം വരെയാണ് ചർച്ചയാവുന്നത്. അങ്ങനെ ആവേശം അലതല്ലുന്ന തെരഞ്ഞെടുപ്പ്. കേരളം മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിതീവ്രമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നതിന്റെ എല്ലാ പ്രതീതിയും നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഇതുവരെ അഭിലാഷ് സൂചിപ്പിച്ചെടുത്താണ്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രം നമ്മൾ നോക്കിയാൽ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് ഇതുവരെ എവിടെയും നടന്നിട്ടില്ല. ആ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അത്രമാത്രം ട്വിസ്റ്റുകൾ, അത്രമാത്രം വിവാദങ്ങൾ, അത്രമാത്രം സർപ്രൈസുകളൊക്കെ ആയിരുന്നു പാലക്കാട് കാത്തുവെച്ചത്. അപ്പോൾ ഇനി സർപ്രൈസ് ആയിട്ട് ആർക്കായിരിക്കും വിജയം പാലക്കാട് കാത്തുവെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ആ ഒരു കാത്തിരിപ്പിലേക്കാണ് ഈ ട്വിസ്റ്റുകളൊക്കെ ചെന്ന് എത്തുന്ന കളറായിട്ടുള്ള വൈബായിട്ടുള്ള കൊട്ടിക്കലാശത്തിനായിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത്. ഇവിടെ ഇതാ സംഗമിക്കാൻ പോകുന്ന ഇടം ഇവിടെയായിരിക്കാം ഏറ്റവും കളറുള്ള ദൃശ്യങ്ങൾ നമുക്ക് പകർത്താനാവുക ഇവിടെയാണ്. അപ്പോൾ പാലക്കാട്ടുകാരുണ്ട്, പുറകോട്ടിലൊക്കെ പാലക്കാട്ടുകാരുണ്ട്, പല സ്ഥലത്ത് വരുന്ന ആൾക്കാർ പ്രചാരണത്തിനായിട്ട്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയാണ് എല്ലാവരും പ്രചരണം കഴിഞ്ഞ് പ്രചരണ സമാപനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണോ? ചേച്ചി എവിടുന്നാ? ഞങ്ങൾ ആലത്തൂരിന്ന്. പ്രചാരണം അതെ, ഇതിനായി നേരത്തെ വന്നാണ്. രാഹുലിന് വോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞോ? ഓ, എല്ലാം ഉറപ്പിച്ചു ചെയ്താൽ മാത്രം. ഓ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ള കാഴ്ചകളാണ്. മലപ്പുറംകാരെ കണ്ടു, കണ്ണൂരുകാരെ കണ്ടു. ഇവർ മാവേലിക്കരക്കാരാണ്. അവിടെ ആലത്തൂർ അങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ. ഇതിപ്പോ നമ്മൾ നേരത്തെ കൽപ്പാത്തി രഥോത്സവം പോലെ വേറൊരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. നമ്മുടെ നാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിതീവ്രമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാടിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഓരോ വോട്ടും വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവസാനത്തെ പന്തിൽ മാത്രം ഫലം വരുന്ന ഒരു 20-20 ക്രിക്കറ്റ് മാച്ചിന്റെ സൂപ്പർ ഓവറിലേക്ക് മത്സരം പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിക്ക് വേണ്ടി, വി.ഡി. സതീശനും കെ സുധാകരനും കോൺഗ്രസിന് വേണ്ടി, കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ വലിയ സംഘം ഇങ്ങനെ പരസ്പരം മാറ്റുരയ്ക്കുകയാണ്. അക്ഷരാർത്ഥത്തിലൊരു ത്രില്ലർ പാലക്കാട് നടക്കാൻ പോകുന്നതിന്റെ എല്ലാ അന്തരീക്ഷവും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നടക്കേണ്ടത് പ്രചരണത്തിന് സമാപനമാണ്. അതായത് കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ആചാരം പോലെ ആയിട്ടുണ്ട്. അതെ, കൊട്ടിക്കലാശം എന്ന് പറയുമ്പോൾ നേരത്തെ UDF-ന്റെ നേതാക്കൾ, ബി.ജെ.പിയുടെ നേതാക്കളൊക്കെ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സാധാരണ നമ്മൾ പറയും CPM-നെ പറ്റിയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. ആദ്യ ദിവസം മുതൽ ഇവിടെ നേതാക്കളുടെ 3 മാസം മുൻപ് അവർ ഇതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ തരത്തിലുള്ളൊരു പ്രചാരണം, ആ തരത്തിലുള്ളൊരു വർക്കായിരുന്നു UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ബി.ജെ.പിയുടെയും സമാനമായി തന്നെ LDF-നെയും കഴിഞ്ഞ 2 ദിവസം മുഖ്യമന്ത്രി വന്നു. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതുകൊണ്ട് മുഖ്യമന്ത്രി വന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് താഴ്ന്നു പോയ വാർത്തകൾ. പക്ഷേ മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശമാണ് അവസാന ദിവസം ഇവിടെ ഏറ്റവും അധികം ചർച്ചയാവുന്നത്. പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം. ഒപ്പം അദ്ദേഹം ഉന്നയിച്ചത് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പാണ്. ബാബറി മസ്ജിദ് ധ്വംസനത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുമ്പോൾ അതേക്കുറിച്ച് കെ സുധാകരൻ നടത്തിയ പ്രചരണം, അതായത് പഴയ കാര്യങ്ങളൊന്നും, കാലഹരണപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ചയാക്കണ്ട എന്ന് പറഞ്ഞതിനെ ബാബറി മസ്ജിദ് ധ്വംസനം പഴങ്കഥയാണോ എന്ന ചോദ്യം ഉയർത്തി ഇടതുമുന്നണി നേരിടുന്നുണ്ട്. അങ്ങനെ കൗതുകകരമായ ട്വിസ്റ്റുകൾ ഓരോ സമയത്ത് ഓരോന്ന് എന്ന നിലയിൽ പാലക്കാടിനെ ഇളക്കി മറിക്കുകയാണ്. ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ നഗരത്തിന്റെ അടിസ്ഥാന ആസൂത്രണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വഴിമാറി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് മാത്രം ചെന്നെത്തിയ ദിവസങ്ങളായിരിക്കും. തീർച്ചയായും അങ്ങനെ ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനോടകം തന്നെ രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണ സമാപനത്തിന് വേണ്ടി കേരളം മുഴുവൻ ഈ പാലക്കാടേക്ക് കേന്ദ്രീകരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. കൊടികളും തോരണങ്ങളുമായി പ്രവർത്തകർ തയ്യാറായി കഴിഞ്ഞു. UDF-ന്റെ പ്രവർത്തകരാണ് ആദ്യം ഈ മേഖലയിൽ ഉള്ളത്. പല ഭാഗത്തു നിന്ന് വന്ന നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന KC അബു അടക്കമുള്ള നേതാക്കളെ അല്പസമയം മുമ്പ് ഇവിടെ കാണുകയുണ്ടായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രവർത്തകർ ഇവിടെ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കളറാവാൻ പോവുകയാണ് പാലക്കാട്ട് നഗരം. ജംഗ്ഷനിലേക്കുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ വേഗത്തിൽ നിങ്ങളിലേക്ക്